In 600 meters, take a slight right. അപ്പോൾ ഇതാ നമ്മൾ ജഡായു എർത്ത് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിത് ഇതേപോലെ നടന്നിട്ട് നമ്മളിത് ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. വെയിറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാം, ജ്യൂസ് കഴിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇവർ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും. പിന്നെ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിൽ ഇറങ്ങണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ലൈനായിട്ട് ക്യൂ നിൽക്കണം. നമ്മൾ ഈ ഒരു കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ കേബിൾ കാർ സിസ്റ്റം ഉണ്ട്. ഇത്ര സ്പീഡിലൊന്നും അല്ല പോകുന്നത്, ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ കേബിൾ കാറിനുള്ളിൽ കയറിയിട്ട് ഇതേപോലെ പോവുകയാണ്. പേടിക്കാനൊന്നുമില്ല. ദാ വന്നിറങ്ങുന്നത് ഈ ഒരു പ്ലേസിലായിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിലുണ്ടെങ്കിൽ പോലും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഒരുപാട് എടുത്തു കേട്ടോ. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്നൊരു 3:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. 3:45 ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്ന് വെറും 15 മിനിറ്റ്സ് ഇല്ല, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. മെഹറൂന് ഭയങ്കര ഇഷ്ടം. മെഹറൂന് പിന്നെ വെയിലൊന്നും അടിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ കുറച്ച് നേരം കുടയൊക്കെ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് കുട വേണമെന്ന്. അങ്ങനെ അവൾ പിന്നെ കുറച്ച് നേരം കുട പിടിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ടില്ലേ, ഇതിലേക്കൂടെയൊക്കെ നടക്കാനും അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ. ഞാനിവിടെ കൂടുതൽ കണ്ടത് നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരെ ആയിരുന്നു. മലയാളീസിനെ കാണാൻ വളരെ ചുരുക്കം 1-2 പേരെ മാത്രമേ ഞാനിവിടെ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസ് എടുത്തു. അത് കണ്ടോ, അതിലേക്കൂടായിരുന്നു നമ്മൾ കയറി വന്നതിന്. തിരിച്ചത് ഇപ്പുറത്തൂടെ ഒരു വൈറ്റ് കേബിൾ കാർ പോകുന്നുണ്ടോ, അതിലേക്കൂടെ വേണം തിരിച്ചു പോകാൻ. പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാമൻ്റെ ക്ഷേത്രമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ജഡായു, നമ്മുടെ ആ ഒരു ശില്പമാണ്. ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വെയിലെന്ന് പറഞ്ഞാൽ അസഹനീയമായ വെയിലായിരുന്നു. എങ്കിലും കുറേ നേരം അവിടെ ഇരിക്കാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഈ ബോൾ ഇങ്ങനെ ഈ ബോക്സിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടെഡിയോ പെംകിനോ എന്ത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഞാൻ 100 രൂപ കൊടുത്തിട്ട് ദേ ബോൾ എറിഞ്ഞതാണ് കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കിതാ ടെഡിയെ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പിയായി. മെഹ്റൂന് അതിനെക്കാട്ടിൽ ഹാപ്പി. പുറകെ വരുന്നവരൊക്കെ എൻ്റെ ടെഡിയിൽ തൊട്ട് നോക്കുകയാണ്. ഞാൻ അവിടെ വലിയ ആളായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഷോപ്പിങ്ങിന് വേണമെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. വേണമെങ്കിൽ നമുക്ക് കയറി ഷോപ്പ് ചെയ്യാം. മെഹ്റൂനെക്കാട്ടിലും വലിയ ടെഡിയൊക്കെ എടുത്തിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ലൈക്ക് ഇറ്റ്, ഫോളോ ഫോർ മോർ. Okay, bye bye.